ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഇന്നർ ടെക്സ്റ്റ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ ഇന്നർ ടെക്സ്റ്റ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡൈനാമിക് ആയിട്ട് ടെക്സ്റ്റുകൾ HTML പേജിൻ്റെ ഉള്ളിലായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നർ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു വെച്ച HTML പേജിനുള്ളിൽ അത് പ്രത്യേകമായിട്ടൊരു മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. എന്നാൽ നമുക്ക് അവിടെ ഒരു നോർമൽ ടെക്സ്റ്റ് രൂപത്തിൽ ഇത് ഡിസ്പ്ലേ ചെയ്തു വരികയും ചെയ്യും. ഇത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കൊരു മെസ്സേജ് വാലിഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പാസ്വേഡിൻ്റെ സ്ട്രെങ്ത് കാണാനോ അതല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക ഭാഗം ഫില്ല് ചെയ്യാൻ നമ്മൾ വിട്ടുപോയാൽ അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ അവിടെ ഫില്ല് ചെയ്യാൻ ഓർമ്മിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായും ജാവാസ്ക്രിപ്റ്റ് ഇന്നർ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നർ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ മെത്തേഡ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ നെയിം എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇന്നർ ടെക്സ്റ്റ് ഏതാണോ നമ്മുടെ പ്രത്യേകം ID ഏതാണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ ചെയ്ത് നോക്കാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്ക് കോഡ് എഴുതാം. ആദ്യം തന്നെ ഞാനിവിടെ വന്ന് ഒരു HTML പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, HTML പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഞാനിവിടെ വന്ന് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു ഫോമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോം എന്ന് ചേർത്ത് കൊടുത്തു. ഫോമിൻ്റെ ആക്ഷൻ ഒഴിവാക്കി ഞാനിവിടെ വന്ന് നെയിം എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയിം മൈ ഫോം എന്ന് ചേർത്ത് കൊടുത്തു. ചോയ്സ് ആണ്, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻപുട്ട് ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു പാസ്വേഡ് കൊടുക്കാനുള്ള ഇൻപുട്ട് ബോക്സ് ആണ്. അപ്പോൾ ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട രൂപത്തിൽ നമ്മൾ ടെക്സ്റ്റ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ പാസ്വേഡ് എന്ന് നെയിമും ചേർത്ത് കൊടുത്തു. ID-യും നമ്മൾ അതേ രൂപത്തിൽ തന്നെ പാസ്വേഡ് തന്നെ ചേർത്ത് കൊടുത്തു. ഇതന്നെ കൊടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള ഏതാണെന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ പുതിയ ലൈൻ വരാൻ വേണ്ടി BR എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ താഴെ ഞാനൊരു ബട്ടണ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഓൺ കീ അപ്പ് വാലിഡേറ്റ് ചെയ്യുന്നു, അതായത് നമ്മളിത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒപ്പം വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു മെത്തേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൺ കീ പ്രസ് എന്ന് ഓൺ കീ അപ്പ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ കീ ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കിത് വാലിഡേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്താണോ നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ്റെ പേര് വാലിഡേറ്റ് എന്നാണ്. അപ്പോൾ അത് നമ്മളിവിടെ വന്ന് ആ ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് നമ്മളിവിടെ വന്ന് ഒരു സ്പാം ക്രിയേറ്റ് ചെയ്യാണ്. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്നൊരു സ്പാം ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സ്പാം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ആദ്യം തന്നെ ഒരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് എന്നുള്ളത് സ്ട്രെങ്ത് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്പാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പാം എന്ന് ചേർത്ത് കൊടുത്തു. ഈ സ്പാമിൻ്റെ ഒരു ID കൊടുക്കുന്നുണ്ട്. ഈ ID എവിടെയാണോ അവിടെ ആയിരിക്കും നമുക്ക് ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ID എന്നുള്ളത് ഞാൻ മൈ ലൊക്കേഷൻ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പേരെന്നെ ചേർത്ത് കൊടുക്കുന്നില്ല, ഇഷ്ടമുള്ള എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വന്ന് ഒരു ടെക്സ്റ്റ് എന്താണെങ്കിൽ നമുക്കിവിടെ വന്ന് എന്താണോ അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ആയിട്ട് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. നോ സ്ട്രെങ്ത് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്കിവിടെ വന്ന് ഈ ഫോമിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ വന്ന് നമ്മളൊരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ഇവിടെ എന്ത് പേരാണോ കൊടുത്തത് അത് തന്നെ ആയിരിക്കണം ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ ഫംഗ്ഷൻ്റെ പേരായിട്ട് ചേർത്ത് കൊടുത്തത് വാലിഡേറ്റ് എന്നാണ്. അതിനുശേഷം ബ്രാക്കറ്റ് നമ്മളിവിടെ വന്ന് ഓപ്പൺ ചെയ്തു.
ഇവിടെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ വേരിയബിൾ ഈക്വൽ ടു ആ വേരിയബിളിൻ്റെ പേര് MSG ആണ്, മെസ്സേജ് എന്നാണ്. ഓക്കെ, ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ഈഫ് കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈഫ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഡോക്യുമെൻ്റ് ഡോട്ട്, ഇനി നമ്മുടെ ഫോമിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നമ്മളെ ഫോമിൻ്റെ പേര് മൈ ഫോം എന്നാണ്, അതിവിടെ ചേർത്ത് കൊടുക്കാം. മൈ ഫോം ഡോട്ട്, അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് നമുക്ക് പാസ്വേഡ്, നമ്മളെ യൂസർ പാസ്വേഡ് കൊടുക്കുന്ന, അതായത് നമ്മൾ പാസ്വേഡിന് നമ്മൾ എന്താണോ പേര് കൊടുത്തത്, ഇവിടെ നമ്മൾ പാസ്വേഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാനവിടെ പാസ്വേഡ് എന്ന് ചേർത്ത് കൊടുത്തുകൊണ്ട് ആ പേര് തന്നെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പാസ്വേഡ്. അതിനുശേഷം അതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ നമുക്കിവിടെ വന്ന് വാല്യൂ എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് നമുക്ക് അസസ് ചെയ്തെടുക്കാൻ വേണ്ടി ലെങ്ത്ത് എന്നും ചേർത്ത് കൊടുത്തു. ലെങ്ത്ത് ഗ്രേറ്റർ ദാൻ 5, നമ്മൾ കൊടുത്ത ആ ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്ത ഇതിൻ്റെ ലെങ്ത്ത് 5ൻ്റെ മുകളിലാണെങ്കിൽ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്, ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. MSG മെസ്സേജ് ഈക്വൽ ടു 5ൻ്റെ മുകളിലാണെങ്കിൽ നമുക്കിവിടെ വന്ന് ഗുഡ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരണം. എൽസ് ഇനി 5ൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. മെസ്സേജ് എന്നുള്ളത് ഈക്വൽ ടു നമ്മൾ പ്യുവർ എന്നുള്ളൊരു മെത്തേഡ്, അതായത് സ്ട്രോങ് അല്ല എന്നുള്ളൊരു മെത്തേഡും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതൊന്ന് സേവ് ചെയ്തു. ഇവിടെ വന്ന് നമ്മൾ അടുത്ത വരിയിലാണ് നമുക്ക് അവിടെ ഇന്നർ ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് വർക്ക് ചെയ്യേണ്ട ആ ഭാഗം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ ലൊക്കേഷൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ലൊക്കേഷൻ്റെ പേര് മൈ ലൊക്കേഷൻ എന്നാണ്. അപ്പോൾ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് മൈ ലൊക്കേഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്ന് ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം ഇന്നർ ടെക്സ്റ്റ് ഇട്ടതിന് ശേഷം ഈക്വൽ ടു നമ്മുടെ ആ ടെക്സ്റ്റിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ടെക്സ്റ്റിൻ്റെ പേര് മെസ്സേജ് എന്നാണ്, അത് ചേർത്ത് കൊടുത്തു. അതായത് ഇവിടെ നമ്മൾ ആ കൊടുത്ത ആ വേരിയബിളിൻ്റെ പേരെന്താണോ അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് സേവ് ചെയ്ത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ 5ൻ്റെ താഴെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് സ്ട്രെങ്ത് പ്യുവർ എന്നാണ് കാണിച്ചു തരുന്നത്. അത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഇനി നമുക്കിതിൻ്റെ വലിപ്പം കൂടി വന്നാൽ അത് നമുക്കിവിടെ വന്ന് വലിപ്പം കൂടി ഡിസ്പ്ലേ ചെയ്ത് വരും. ഇപ്പം നമ്മൾ 5ൻ്റെ മുകളിൽ ഏതെങ്കിലും സ്ട്രെങ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഗുഡ് എന്ന് കാണിച്ചു തരും. 5ൻ്റെ താഴെയാണെങ്കിൽ പ്യുവർ എന്നുള്ള രൂപത്തിലാണ് കാണിച്ചു തരുന്നത്. 5ൻ്റെ മുകളിലാണെങ്കിൽ അത് നമുക്ക് ഗുഡ് എന്നും കാണിച്ചു തരും. ഈ രൂപത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ അക്ഷരങ്ങളുടെ സ്ട്രെങ്ത് ഡിസ്പ്ലേ ചെയ്യാനും ഗുഡ് പാസ്വേഡ് ഓർ സ്മോൾ പാസ്വേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനും ഒക്കെ ഇന്നർ ടെക്സ്റ്റ് എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും